സംസ്ഥാനത്ത് അരിവില കുതിച്ചുയരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കേരളത്തിലേക്ക് അരി കയറ്റി അയക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ, അതായത് കർണാടക, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മഴ കുറവുള്ളത് കൊണ്ടാണ് കൃഷി പ്രതിസന്ധി നേരിടുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ കർഷകർ ജലസംഭരണികളിൽ വെള്ളം കുറവായത് കൊണ്ട് തന്നെ നെൽകൃഷി നടത്തുന്നില്ല എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ ഓണക്കാലത്ത് മുൻകൂട്ടി കണ്ട ഊഹക്കച്ചവടം നടത്താനായി പൂഴ്ത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടോ എന്നാണ് സർക്കാർ ഏജൻസികളുടെ സംശയം. ഏതായാലും ഗണ്യമായ ഒരു കുറവ് സ്റ്റോക്കുകളിലുണ്ട്. കേരളത്തിലേക്ക് അരി എത്തുന്നത് കുറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അരി വിലയിൽ വലിയ വർധനമാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. ഇനി ആവുകയാണ്. ഓണം എത്തുന്നതോടെ തന്നെ വീണ്ടും അരിവില വർദ്ധിക്കുമെന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. അതിന് പ്രത്യേകിച്ചും എടുത്തു പറയുന്നത്, ഇപ്പോൾ വിവിധ ഇന അരികൾക്ക് വില കൂടിയിട്ടുണ്ട്. ആന്ധ്ര ജയ 42 രൂപയായിരുന്നു, 45 രൂപയിലേക്ക് എത്തി. കർണാടക വടി മട്ട അരിക്ക് 55 എന്നുള്ളത് 58 എത്തിയിട്ടുണ്ട്. കർണാടക പച്ചരി 29.50 എന്നുള്ള വില അത് 32 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. തമിഴ്നാട് കുറുവ അരി 34 നിന്നും 40 എത്തിയിട്ടുണ്ട്. ഒഡീഷ കുറുവ അരി 34 നിന്നും 40 ഉയർന്നു. ആന്ധ്ര സുലേഖ അരി 42 നിന്നും 49 എത്തി. തെലങ്കാന സോന മസൂരി അരി 45 നിന്നും 65 ഉയർന്നിട്ടുള്ളത്. വലിയ രീതിയിലുള്ളൊരു വർധനമാണ് ഇപ്പോൾ അരിവിലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വീണ്ടും അരിവില കൂടുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീമിലൂടെ കേന്ദ്ര സർക്കാർ ഫുഡ് കോർപ്പറേഷൻ വഴി അരി നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുള്ള അനുമതി ഇപ്പോഴും ലഭിച്ചിട്ടില്ല. സപ്ലൈകോ അടക്കമുള്ള ഏജൻസികളിൽ അരി എത്തുന്നതിന് ഇത് തടസ്സമാവുകയാണ്. അതും വലിയ തിരിച്ചടിയാണ്. ഏതായാലും ഒരു പൊതുനയം തയ്യാറായില്ലെങ്കിൽ വലിയ തിരിച്ചടിയാകും. അനിശ്ചിതത്വം കൂടുകയാണ്. ഇതേ സമയം തന്നെ തെങ്ങ് കർഷകരും കേരളത്തിൽ കുറഞ്ഞതോടെ വെളിച്ചെണ്ണ വിലയിലും വർധനവ് കൂടിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തേണ്ടതാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം. 10 രൂപയാണ് ഇപ്പോൾ ഈയിടെയായി തന്നെ വെളിച്ചെണ്ണയിൽ വില കൂടിയിട്ടുള്ളത്. വില കുറഞ്ഞ സാഹചര്യത്തിൽ പോലും ഇപ്പോഴും വെളിച്ചെണ്ണ വിലയിൽ മാറ്റമുണ്ടാവുകയാണ്. ഓണവിപണി എത്തുന്നതോടെ തന്നെ വെളിച്ചെണ്ണയിലും അരിയിലും വലിയ രീതിയിലുള്ള ഒരു വിലക്കയറ്റം ഉണ്ടാകുമെന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് കേരളം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.